അങ്ങനെ ആ ടെക്നിക്കാലിറ്റിയിൽ അവരാണ് ജയിക്കുന്നത്. അപ്പൊ മോളിപ്പോ ടാഷിയാണോ ജെറ്റിയാണോ ഈ ഗെയിമിൽ ജയിച്ചത്? നമ്മുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ മുളവടി ഗെയിമിനെ കുറിച്ചാണ്. നിങ്ങൾ കണ്ടല്ലോ ഈ ഗെയിമിൽ ആര് ജയിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ ജെറ്റിയാണോ ജയിച്ചത്, ടാഷിയാണോ ജയിച്ചതെന്നുള്ളത്. അവിടെ ടാഷി കളിച്ചൊരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് അവർ പറഞ്ഞ റൂൾ അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു ടാഷി അവിടെ കളിച്ചത്. പക്ഷെ ജെറ്റി എന്ന് പറയുന്നത് ഈ ഗെയിമിൽ ഒരു സൂത്രപ്പണിയും കാര്യങ്ങളൊക്കെ ആവാം എന്നുള്ള രീതിയിൽ അവിടെ ജെറ്റി കളിച്ചു. ജെറ്റി അവിടെ നമുക്ക് ആ റിപ്ലൈയിൽ കാണാനായിട്ട് സാധിക്കും. ജെറ്റി അവിടെ പറയുന്നുണ്ടായിരുന്നു ആ കൊട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കൊട്ടു നിൽക്കുന്ന സമയത്ത് വടി തറയിൽ കുത്തിയിരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ജെറ്റിയുടെ വടി നിന്നിരുന്ന് എയറിലാണ്. അപ്പോൾ അത് തറയിലായിരുന്നില്ല. അപ്പോൾ അവർ റിപ്ലൈ പറഞ്ഞ സമയത്ത് അത് നോക്കിയ സമയത്ത് അങ്ങനെ നോക്കുമ്പോൾ ജെറ്റിയുടെ അതൊരു സ്ട്രാറ്റജി ആണ്. അത് ഇവനെ കിട്ടാത്ത രീതിയിൽ, ടാഷിക്ക് കിട്ടാത്ത രീതിയിൽ അത് അപ്പുറത്തേക്ക് വടി ഇങ്ങനെ മറിച്ചിടുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് നോക്കുമ്പോൾ അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് കണക്ക് കൂട്ടുമ്പോൾ ജെറ്റിനെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ ജെറ്റി ജയിച്ചു എന്ന് അവിടെ പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ അവർക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. അപ്പോഴാണ് അവർ റിപ്ലൈ വെച്ചത്. റിപ്ലൈ വെച്ച സമയത്ത് രണ്ടുപേരും നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ടാഷിയുടെ അടുത്ത് അവിടെ ഒരു കുറച്ച് താല്പര്യം കൂടുതൽ ജഡ്ജസിനുണ്ടോ എന്ന് തോന്നിപ്പോയി ടാഷിനെ ജയിപ്പിക്കാനായിട്ട്. അവിടെ ജെറ്റിയുടെ അടുത്ത് ഇനി ഒരു കളി കൂടി വേണോ എന്ന് ചോദിച്ച സമയത്ത് വേണ്ട 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 എന്ന് ജെറ്റി അവിടെ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ജയിച്ചു, അതുകൊണ്ട് ഇനി മറ്റൊരു ഗെയിം വേണ്ട എന്ന് ജെറ്റി അവിടെ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ടാഷിയെ വിജയമായിട്ട് പ്രഖ്യാപിച്ചത്. അത് മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു. ആ മൊത്തത്തിലുള്ള ആ ഗെയിം നോക്കുകയാണെങ്കിൽ ആ മൊത്തത്തിൽ, അതായത് ജെറ്റിയും ടാഷിയും തമ്മിൽ മാത്രമല്ല ആ ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള ഗെയിം നോക്കുന്ന സമയത്ത് അവിടെ ടാഷി വളരെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അവിടെ പലപ്പോഴും ആ വടി താഴേക്ക് പോകുന്ന ആ ഒരു ഇതിൽ പോലും ചാടി പിടിച്ചുകൊണ്ടൊക്കെ ടാഷി ആ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ നോട്ട് ചെയ്തിരുന്നു ജഡ്ജസ് എന്നുള്ള നിലയിൽ. അപ്പോൾ അവർക്ക് ടാഷിനോട് കൂടുതൽ താല്പര്യം തോന്നി എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടായിരിക്കണം ലാസ്റ്റ് വന്ന സമയത്ത് ജെറ്റിയാണോ ടാഷിയാണോ എന്നുള്ളത് അവർക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ഒരു ഫെയർ ആയിട്ട് ഗെയിം കളിച്ചത് അവിടെ ടാഷി ആയിരുന്നു. കുറച്ച് അൺഫെയർ ആയിട്ടാണ് അവിടെ ജെറ്റി കളിച്ചത് എന്നുള്ളതുകൊണ്ട് അവർക്ക് ടാഷിനെ കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടും ടാഷിയിലേക്ക് അവർ എത്തിച്ചേർന്നതായിട്ട് എനിക്ക് തോന്നി. പോരാത്തതിനെ ജെറ്റിയെ അവര് ഗെയിം ജയിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ ജെറ്റിക്ക് അവരെ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ട് ഇവരിൽ നിന്ന് ബാക്കിയുള്ള കൂട്ടത്തിൽ നിന്ന് ആരെ ഔട്ട് ഹൗസിലേക്ക് വിടണം എന്നൊരു ഓപ്ഷനും ജെറ്റിക്ക് കൊടുത്തു. പക്ഷെ ജെറ്റി അവിടെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. അവിടെ ഒരാളെ സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് പറയാണ് എനിക്ക് ഈ വ്യക്തിനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അതൊരു ഭയങ്കര പ്ലീസിങ് പരിപാടിയല്ലേ. അത് അവിടെ ജഡ്ജസും പറയുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു പ്ലീസിങ് പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ജെറ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ അധികാരം തന്നെ അവരിവിടെ വേണ്ടെന്ന് വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കില്ല. നമുക്കിവിടെ ഒരാൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ പുറത്താക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്ന ആൾ പുറത്താക്കണം, റീസൺ പറയാ, ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇയാൾ വേണ്ട എന്ന് പറയാ, പുറത്താക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒരാളെ പ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ വിഷമാവാത്ത രീതിയിൽ ഇനിയിപ്പോൾ നമ്മളവരെ പുറത്താക്കുകയാണെങ്കിലും അവർക്ക് ഉള്ളിൽ വിഷമം തോന്നരുത്, നമ്മുടെ അടുത്ത് ദേഷ്യം തോന്നരുത് എന്നുള്ള രീതിയിലുള്ള പരിപാടിയൊന്നും ബിഗ് ബോസ് എന്ന് പറയുന്നുള്ള ഈ ഗെയിം ഷോയിൽ നടക്കുന്ന പരിപാടിയല്ല. അപ്പൊ ആ ഒരു ടൈപ്പ് പരിപാടി ഇവിടെ ജെറ്റി നടത്താനായിട്ട് നോക്കി. അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ തോന്നിയില്ല. അവിടെ നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇവിടെ വന്ന സമയത്ത് ജെറ്റിയുടെ ഈ ഒരു പ്ലേസിംഗ് പരിപാടി, ഈ ഒരു സംഭവം വന്ന സമയത്ത് ജെറ്റിയോടുള്ള ആ ഇംപ്രഷൻ തന്നെ എനിക്ക് പോയിട്ടോ. അത് വേണ്ടിയിരുന്നില്ല ജെറ്റിയുടെ ആ പരിപാടിയും തോന്നി. എന്നുവെച്ചാൽ ഫസ്റ്റ് നമുക്ക് തോന്നുന്ന ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, അത് ജെറ്റിയുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു എനിക്ക്. അതെന്തോ ആ ജെറ്റിയുടെ ആ ഒരു സംസാര രീതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുകൊണ്ടായിരിക്കാം എനിക്കതങ്ങ് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയില്ല. പിന്നെ നമ്മുടെ പൂജ, അതാണ് ഇന്നലെ ഒരു പൂജ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നൊരു പൂജ ഉണ്ടായിരുന്നു. ആ പൂജയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൂജ. അപ്പൊ ഇന്നലത്തെ ആ ഒരു കാര്യത്തില് പൂജനെ ഇൻ ചെയ്യട്ടെ എന്ന് ചോദിച്ച സമയത്ത് ഇവരാരും എതിർത്തില്ല. ഇപ്പൊ വന്നിട്ട് പറയുന്നു പൂജനെ എടുത്തത് ശരിയല്ല, പൂജനെ കരഞ്ഞു കാണിച്ചപ്പോൾ പൂജനെ ഇൻ ചെയ്യിപ്പിച്ചു, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പൂജയ്ക്ക് ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ ബ്ലോക്കുകൾ ഇങ്ങനെ അടക്കി വെക്കുന്ന ഗെയിം കൊടുത്ത സമയത്ത് പൂജ നന്നായിട്ട് അടക്കി വെച്ചിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയില്ല. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന രാകേഷിന്റെ ബ്ലോക്കുകൾ തട്ടി വീണ സമയത്ത് ഈ പറയുന്ന പൂജയുടെ ബ്ലോക്ക് മേലേക്ക് വീണു. അതിന്റെ ബ്ലോക്കുകളെല്ലാം കൂടിയിട്ട് തട്ടി മറിഞ്ഞു വീണു പൂജയിൽ. ആ സമയത്തും ഇങ്ങേരുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും അത് കഴിഞ്ഞിട്ടും ജഡ്ജസ് ചോദിച്ചു ആരെയാണ് ഔട്ട് ഹൗസിലേക്ക് വിടണ്ടേ എന്ന് ചോദിച്ച സമയത്ത് അപ്പം തന്നെ രാകേഷിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങേര് കാരണം എന്നുള്ള ലെവലിൽ അവിടെ പറഞ്ഞു. ജഡ്ജസ് അവിടെ എന്ത് ചെയ്ത് രാകേഷിനെ കയറിയിട്ട് അവിടെ പെൻഡന്റ് കൊടുത്തു, ഈ പൂജനെ കയറിയിട്ട് അങ്ങോട്ട് ഔട്ട് ഹൗസിലേക്ക് വിട്ടു. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരാളെങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ഒരു കാര്യത്തിന്റെ രണ്ട് കാര്യത്തിൽ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പോട്ടെ എന്ന് വിചാരിക്കാൻ തോന്നും. ഫുൾ ടൈം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞാൽ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അതൊരു ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. ആ ഒരു ഇറിറ്റേഷൻ എനിക്ക് തോന്നിയിരുന്നു. അത് തന്നെ ആയിരിക്കണം ജഡ്ജസിന് തോന്നിയിട്ടുണ്ടായിരിക്കാം.
അവരതുകൊണ്ട് തന്നെ ആയിരിക്കണം പൂജനെ കയറി അങ്ങ് പുറത്തേക്ക് നൈസായിട്ട് അങ്ങ് ഔട്ട് ഹൗസിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ ഫസ്റ്റത്തെ ഗെയിമിൽ അവർ 2 പേർക്ക് പെൻഡന്റ് കൊടുത്തിരുന്നു കേട്ടോ. ഒന്ന് ഷിജുലാൽ എന്ന് പറയുന്ന വ്യക്തിക്കും രാകേഷ് എന്ന് പറയുന്ന 2 പേർക്ക് അവർ പെൻഡന്റ് കൊടുത്തു. പിന്നെ നമ്മുടെ മുളവടി ടാസ്ക് ഗംഭീര ടാസ്ക് ആയിരുന്നു. ആ ടാസ്കിലാണ് ഞാൻ പറഞ്ഞ ഈ സംഭവം ഉണ്ടായത്. ജെറ്റിയും തമ്മിൽ ടാഷിയും തമ്മിലുള്ള ആ മത്സരം ഉണ്ടായത്. ടാഷിക്ക് പെൻഡന്റ് ലഭിക്കുകയും ചെയ്തു. അതില് 3ാമത്തെ ഗെയിം എന്ന് പറയുന്നത് നല്ല രസകരമായൊരു ഗെയിമായിരുന്നു. നമ്മുടെ ഈ പേപ്പർ കളർ പേപ്പർ എയർ വലിച്ചിട്ട് നമ്മുടെ പൈപ്പിൽ കൂടെ എയർ വലിച്ചിട്ട് കൊണ്ടുവിടുന്ന ആ ഒരു പരിപാടി സംഭവം വളരെ നന്നായിട്ട് എല്ലാവരും ചെയ്തു. അതിനുള്ളിൽ ഗെയിം സ്ട്രാറ്റജി കാണിച്ച ആ വ്യക്തിക്ക് അവര് അവിടെ പെൻഡന്റ് കൊടുത്തു. ഇന്നലെ എല്ലാവർക്കും ഓരോ പെൻഡന്റ്, ഓരോ ഗ്രൂപ്പിനും ഓരോ പെൻഡന്റ് കൊടുത്തെന്നുണ്ടെങ്കിൽ ഇന്ന് 2 ഗ്രൂപ്പിന് 2 പെൻഡന്റ് വീതം കൊടുത്തു. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രഞ്ജിനിയുടെ ഗ്രൂപ്പിൽ 2 പെൻഡന്റ് കൊടുത്തു. അതുപോലെ അഖിൽമാരുടെ ഗ്രൂപ്പിൽ വന്നിരുന്ന 2 പേർക്കും 2 പെൻഡന്റ് കൊടുത്തു. ഒന്ന് ലോലിറ്റയായിരുന്നു ഏറ്റവും കൂടുതൽ ആ കളർ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ശ്യാം എന്ന് പറയുന്ന കക്ഷിക്ക് നന്നായിട്ട് ഗെയിം സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ശ്യാമിന് കൊടുത്തത്. പക്ഷേ ഇതൊക്കെ പോട്ടെ നിൽക്കാം. ഇന്നത്തെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഇന്നലത്തെ ജഡ്ജ്മെന്റ് ഒക്കെ കണ്ട സമയത്ത് ഏറ്റവും ബെസ്റ്റ് ജഡ്ജ് ആരാന്നാണ് നിങ്ങൾക്ക് തോന്നിയത്? ഇപ്പൊ രഞ്ജിനിയുണ്ട്, റിയാസുണ്ട്, അഖിലുണ്ട്. നമുക്ക് പലരുടെ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, പല ഇഷ്ടക്കേടുകൾ ഉണ്ടായിരിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ ആരായിരിക്കും ബെസ്റ്റ് ജഡ്ജ് എന്ന് തോന്നിയത്? ഇപ്പൊ 2 ദിവസത്തെ ഈ ഗെയിം കണ്ട സമയത്ത്, ജഡ്ജ്മെന്റ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, അതിൽ ബെസ്റ്റ് ഇപ്പൊ നിൽക്കുന്നതിൽ ജഡ്ജിമാരിൽ അഖിൽമാരാണെന്നുണ്ടോ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല. രഞ്ജിനി അവിടെ വളവളാന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കാം. ഒരു ജഡ്ജ് ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു സീരിയസ്നെസ്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 1-2 സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ ചൂടാവുകയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ ആ ഒരു ജഡ്ജ്മെന്റിന് ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് എടുത്തു കാണിച്ച് അവർ സംസാരിക്കുന്ന ആ ഒരു പല പോയിന്റുകൾ കാര്യങ്ങളൊന്നും അത്ര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ റിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സംസാരമില്ല, ഇങ്ങനെ കാണുന്നു, ചിരിക്കുന്നു, ഇത് നോക്കുന്നു എന്നല്ലാതെ കൂടുതൽ സംസാര കാര്യങ്ങളില്ലാത്തൊരു ജഡ്ജ്മെന്റ് ആണ് റിയാസിന്റെ ജഡ്ജ്മെന്റ്. അഖിൽമാരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വാലിഡ് പോയിന്റുകളായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവര് ഈ അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു ഷോയിൽ മത്സരിക്കാൻ വന്നിട്ട് ഇവരുടെ അടുത്ത് ഇവരെ ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞ സമയത്ത് ഇവരെല്ലാവരും പറയാണ് ബിഗ് ബോസിന്റെ വിജയി ഞാൻ തന്നെ, ബിഗ് ബോസിന്റെ വിജയി ഞാൻ തന്നെ. ഇപ്പൊ പൂജ കൊണ്ടുമില്ല ഞാൻ കപ്പ് കൊണ്ടും, നീ കൊണ്ടുമില്ല ഞാൻ കപ്പ് കൊണ്ടും, എനിക്കെന്നാ കപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് എനിക്കെന്നെ കേട്ട സമയത്ത് ഇറിറ്റേഷൻ തോന്നി. ഇത് എന്ത് ബോറേ ഇവർ പറയുന്നത്? മത്സരിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് പറയാണ് ഞാൻ ബിഗ് ബോസിന്റെ വിജയാണ്, ഞാൻ ബിഗ് ബോസിന്റെ കപ്പ് എടുക്കുന്നത്. ഇവരെന്തിനാ ഈ ഓവർ കോൺഫിഡൻസ് കാണിക്കുന്നത്? അത് പ്രേക്ഷകർ കാണാനോ അതോ ജഡ്ജസിന്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടോ? അത് ഭയങ്കര ബോറ് പരിപാടിയായിരുന്നില്ലേ? അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേ അഖിൽ അവിടെ കറക്റ്റ് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല എന്താണ് കാര്യം? അഖിൽ അവിടെ എടുത്ത് ചോദിച്ചു. നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന വിജയിയാവുന്ന ഇപ്പൊ പറയാനായിട്ട് എന്ത് യോഗ്യതയുള്ളത്? ഇപ്പൊ അതിലൊരു ഉദാഹരണമായിട്ട് അഖിൽ അവിടെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പോ ലോകകപ്പ് ജയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് നേടണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്ന സമയത്ത് പലരും അതിനുള്ള ഉത്തരവൊന്നും പറഞ്ഞില്ല. സത്യം പറയുകയാണെങ്കിൽ അവിടെ അഖിൽ തന്നെ പറഞ്ഞു ആദ്യം ലോകകപ്പ് കളിക്കാനുള്ള യോഗ്യത നേടണം എന്നുള്ളത്. അതാണല്ലോ സത്യാവസ്ഥ. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കളിക്കാനുള്ള യോഗ്യത നേടിയിട്ട് വേണ്ടി അവർ ബിഗ് ബോസ് വിജയിയാവുന്നു പറയാനായിട്ട്. എന്നിട്ട് അവിടെ അഖിൽ തന്നെ പറയുന്നുണ്ട് ലാലേട്ടൻ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ വിജയിയാവൂ എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ പറയേണ്ടത് അഗ്നി പരീക്ഷ ജയിക്കണം, അഗ്നി പരീക്ഷ ജയിച്ച് എനിക്ക് ബിഗ് ബോസിലേക്ക് കയറണം എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ കയറിയിട്ട് ബിഗ് ബോസ് ജയിക്കുന്നു പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല എന്ന് അവിടെ അഖിൽ പറയുന്നുണ്ട്. അതെന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിരുന്നില്ലേ? അവിടെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞില്ലേ? അത് മാത്രമല്ല പല കാര്യങ്ങളും അഖിൽ അവിടെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും കണ്ടസ്റ്റൻസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റത്തെ ആ ഗെയിം നടക്കുന്ന സമയത്ത് ആ കളർ പേപ്പർ വലിച്ചെടുക്കുന്ന ഗെയിമിൽ അവരവരുടെ കളർ മാത്രമേ അവരവരുടെ ബോളിൽ വരാനായിട്ട് പാടുള്ളൂ. ആ ബൗളില് വരാൻ പറ്റും. മറ്റൊരു കളർ വന്നു കഴിഞ്ഞാൽ ആള് ഗെയിമിൽ നിന്ന് ഔട്ടാവും. അപ്പൊ അവിടെ ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ട്. ഒരാളെ പുറത്താക്കാനായിട്ട് മറ്റൊരു കളർ അവരെ ഇതിനുള്ളിൽ കൊണ്ടിട്ടാൽ മതി. അതവിടെ ക്ലൂ പോലും അവിടെ അഖിൽമാരെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ടസ്റ്റൻസിന് ആർക്കും അത് മനസ്സിലായില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അവർക്ക് ആർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷെ അവർക്ക് വേണ്ട ക്ലൂ കൊടുത്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നൽകുന്നുണ്ട്. ഒരു ഗെയിം എന്നുള്ളത് എങ്ങനെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഖിലിന്റെ രാഷ്ട്രീയം മറ്റു കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അഖിൽ എന്ന് പറയുന്ന ബിഗ് ബോസിലെ ഗെയിമർ എന്തായാലും സൂപ്പർ ആയിരുന്നു എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ അഖിൽ എന്ന് പറയുന്ന ജഡ്ജ്മെന്റും വളരെ സൂപ്പർ ആയിട്ടാണ് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ, ഇനിയുമുണ്ട് എപ്പിസോഡുകൾ. അപ്പൊ എന്ത് വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. ഇപ്പോൾ ഫസ്റ്റത്തെ 2 എപ്പിസോഡുകൾ നോക്കുന്ന സമയത്ത് ഇന്നലത്തേക്കാളും ഇത്തിരി കൂടിയും ഒരു ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തിരി കൂടി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു ഇന്നത്തെ എന്നാണ് എനിക്ക് തോന്നിയത്. അത് അവർ ജഡ്ജസ് പോലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇന്നലത്തേക്കാളും നല്ലൊരു എപ്പിസോഡായിട്ട് ഇന്ന് തോന്നി എന്നുള്ളത്. അപ്പൊ ഇനി വരും എപ്പിസോഡുകളൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലായിട്ട് വരുന്നതായിരിക്കും. ഒരു 6 പേരെ എടുക്കുന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ അവർ പറയുന്നുണ്ട്. അതായത് അഗ്നിപരീക്ഷ ജയിച്ചു വരുന്ന 6 പേരെയാണ് ബിഗ് ബോസിനുള്ളിലേക്ക് കയറ്റി വിടുന്നതെന്ന്
പറയുന്നുണ്ടായിരുന്നു. കറക്റ്റ് നമുക്ക് അറിയില്ല. എന്തായാലും ഈ 40 പേരിൽ നിന്ന് 6 പേരായിട്ട് ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറേ കടമ്പകൾ അവർക്ക് കിടക്കാനുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അപ്പോൾ കാണുന്ന സമയത്ത് നമുക്ക് പോയിന്റുകൾ പറയാം. ഇപ്പൊ നമുക്ക് ഈ 2 ദിവസം കൊണ്ട് കുറച്ച് പേരുകൾ സ്ട്രൈക്ക് ആയിട്ടുണ്ട്. അവരെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്.